രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. വിരാധനെ വധിച്ചതിന് ശേഷം രാമലക്ഷ്മണന്മാർ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഹത്വാ തൂത്തം ഭീമബലം വിരാധം രാക്ഷസം വനേ തതസീതാം തമാശ്വാസ പരിഷജ്ജ വീര്യവാൻ അപ്രമേൽ ലക്ഷ്മണം രാമോ ഭ്രാതരം ദൈതതേജസം കഷ്ടം വനമിതം ദുർഗം നജാത്മനഗോചരാ. സീതയെ ആലിംഗനം ചെയ്തു. സീതയ്ക്ക് സമാധാനായി. ദുഷ്ടരാക്ഷസനായിരിക്കുന്ന വിരാധൻ വധിക്കപ്പെട്ടു. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, അതിഗംഭീരമായ കാട്ടിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. വനം ദുർഗം, കടക്കാൻ തന്നെ പ്രയാസം. വൃക്ഷങ്ങൾ, ലതാദികൾ, മുള്ള, കല്ല്, അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ പ്രയാസമായിട്ടുള്ള കാട്ടിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അഭിഗച്ഛാമഹേ ശീഘ്രം ശരഭംഗം തപോധനം. ശരഭംഗ മഹർഷിയാണ് ഇനി നമുക്ക് കാണാനുള്ള അടുത്തതായിട്ടുള്ള മഹർഷി. ആശ്രമം ശരഭംഗത്യ രാഘവോഭിജഗാമഘ. ശരഭംഗൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയി. അടുത്തേക്ക് അങ്ങനെ പോണു. ആ സമയത്തൊരു മഹാ അത്ഭുതം അവിടെ കാണാനായി എന്ന് പറയാണ്. എന്താണ്? ശരഭംഗൻ്റെ ആശ്രമത്തിൽ തപസ്സുകൊണ്ട് ശരഭംഗൻ ഇന്ദ്രലോകത്തെയും ബ്രഹ്മലോകത്തെയും പ്രാപിക്കാൻ പോവുകയാണ്. അവിടേക്ക് എത്തി. ശരഭംഗൻ അത്രയ്ക്ക് ഉയർന്ന് കഴിഞ്ഞിരിക്കണു എന്നാണ്. ഇപ്പോൾ വലിയൊരു തേര് ആകാശത്ത് കണ്ടു. സമീപേ ശരഭംഗസ്യ ദദർശ മഗധദ്ഭുതം വിഭ്രാജമാനം ബപുഷാ സൂര്യവൈശ്വാനനം പ്രഭം. സൂര്യനെ പോലെയും അഗ്നിയെ പോലെയും പ്രകാശിക്കുന്ന ഒരു വസ്തു. പെട്ടെന്ന് തേരാണെന്ന് അറിയില്ലല്ലോ, പിന്നെയാണ് തേരാണെന്ന് അറിഞ്ഞത്. അതിൽ നിന്ന് ഏതോ ഒരാൾ ഇറങ്ങി വരുന്നു കണ്ടു. അത്ഭുതമാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണ് കാണുകയാണ്. നല്ല പേടിയാവും അല്ലേ? അസം പ്രശന്തം വസുധാം ദദർശ വിബുധേശ്വരം. ഭൂമി തൊടാതെയാണ് അതിൽ ഇറങ്ങിയിട്ടുള്ള ആൾ നടക്കണത്. ദേവന്മാർ ഇറങ്ങി നടക്കുമ്പോൾ ഭൂമി തൊടില്ല, അത്ര കാല് പൊന്തിയിട്ടാവുന്ന പറയപ്പെടുന്നത് നമുക്കറിയില്ല. അതാണ് സുപ്രഭാവരണം ദേവം. ആ പ്രകാശത്തോടു കൂടിയിട്ടുള്ള ദേവനായ ഇന്ദ്രൻ കാല് തൊടാതെ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്ക് വരുന്നത് ഈ ലക്ഷ്മണന് കാണിച്ചു കൊടുത്തു രാമൻ. അതിൻ്റെ അരികിലായിട്ട് പച്ച നിറമുള്ള കുതിരകളെ പൂട്ടിയ തേര് ആകാശത്ത് നിൽക്കുന്നുണ്ട്. പച്ചക്കുതിരയെ പൂട്ടിയ തേരിലാത്ര ഇന്ദ്രൻ യാത്ര ചെയ്യുക. അവർക്കുണ്ട് ഈ കളറിലൊക്കെ പച്ചക്കുതിരേനെ ആയിക്കോട്ടെ അല്ലേ? പലതരത്തിലുള്ള കുതിരയുണ്ട്. പച്ചക്കുതിര, വെള്ളക്കുതിര. വെള്ളക്കുതിരയെ പൂട്ടിയത് കേട്ടിട്ടുണ്ട് നമ്മൾ പലരും. ഇത് പച്ചക്കുതിരയാണ്. തരുണാദിത്യ തുല്യം. അതായത് ശരിക്കും ഇങ്ങനെ സൂര്യോദയത്തിന് പോലെ പ്രകാശമാനമായിട്ട് വെള്ള വസ്ത്രം ധരിച്ച് ഒരു 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന അനവധി ആളുകളുണ്ട്. ആലവട്ടം, വെഞ്ചാമരം മുതലായിട്ടതൊക്കെ ദേവേന്ദ്രനെ വീശിക്കൊണ്ട് ഇവർ ചുറ്റും നിൽക്കണു. ഇപ്പം എന്താ ഈ രാമായണത്തിൽ ഇങ്ങനെ വിവരണങ്ങളുണ്ടാവും. അപ്പം ഇതൊന്നും നമ്മൾ മറ്റേതിൽ കാണില്ല. ശരഭംഗ മഹർഷി വന്നു, ഭഗവാൻ നമസ്കരിച്ചു പോയി. ശരഭംഗ മഹർഷി ദേഹം ഉപേക്ഷിച്ചു, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഈ വർണ്ണനകളാണ് ഇതിലെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ആലവട്ടം പിടിച്ചുകൊണ്ടും ചാമരം വീശിക്കൊണ്ടും 25 വയസ്സ് മാത്രം തോന്നിക്കുന്ന ധാരാളം നല്ല ആളുകൾ, ആരോഗ്യവാന്മാരും ചെറുപ്പവും ഉള്ളതായിട്ടുള്ള ആൾക്കാർ തുതികളാൽ വാഴ്ത്തുന്നു. അവിടാണ് ദേവന്മാർ ത്രിദശന്മാർ എന്ന് പറയും. വാർദ്ധക്യമില്ല, ബാല്യം ഉണ്ടാവും, ഇത്ര കൗമാരം ഉണ്ടാവും, അത്ര കഴിഞ്ഞാൽ ഇവനും ആയാൽ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ അത്ര നന്നായിരുന്നു. അതിന് വല്ല മരുന്നുകൊണ്ട് വെച്ചാൽ അതോടുകൂടി കഴിഞ്ഞു. അവർക്ക് മധ്യവയസ്കയും വാർദ്ധക്യവും ബാധിക്കില്ല. ഏത് കാലത്തും ഇതന്നെ. ഇപ്പം ലക്ഷ്മണനോട് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ദ്രൻ കുതിരകളെ കുറിച്ച് പണ്ടേ കേട്ടിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഏ ഹയാ പുരുഹൂതസ്യ പുരാ ശക്രസ്യ നശ്രുത. ന എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്നാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലേ ഇന്ദ്രൻ്റെ കുതിരകളെ പറ്റി? ന വിസർഗട്ടാൻ നമ്മൾ, ഞങ്ങൾ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ് അത്രേ. ന സിംഗുലറിനും പറയും ന. അപ്പം ന കഴിഞ്ഞ് വിസർഗം കഴിഞ്ഞാൽ ഞങ്ങൾ, ഉത്തമ പുരുഷനാണ് ആണ് ഞാൻ എന്ന് പറയുക. സംസ്കൃതത്തിൽ ഈ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതിന് ഉത്തമ പുരുഷൻ എന്നാണ് പറയുക. മധ്യമ പുരുഷൻ യു എന്നുള്ളതിനാണ് നിങ്ങൾ, നീ എന്നൊക്കെ ഉള്ളതിനാണ്. അന്യപുരുഷൻ എന്നുള്ളതാണ് തേർഡ് പേഴ്സൺ. അവൻ, അവൾ, അത്, ഇത്, അത്, അവർ
ഇതൊക്കെ മൊത്തത്തിൽ അന്യപുരുഷൻ എന്ന് പറയും. ഉത്തമ പുരുഷൻ, മധ്യപുരുഷൻ, അന്യപുരുഷൻ. ഈ മൂന്നെണ്ണമാണ് വ്യാകരണത്തിൽ ഈ പേഴ്സൺസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞ വിസർഗ ഇട്ട ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ. വിസർഗ ഇടാഞ്ഞാലോ നെഗറ്റീവാണ്, ഇല്ല എന്നർത്ഥം. അപ്പോൾ ഒരൊറ്റ അക്ഷരത്തിൽ വിസർഗം കൊണ്ട് അർത്ഥം മാറും. അതാണ് നമ്മൾ ഈ മന്ത്രമൊക്കെ ചെല്ലുമ്പോൾ വിസർഗം ഉള്ളിടത്ത് വിസർഗം ഉണ്ടാവണം, അല്ലാത്തടത്ത് പറയുവരുത്. അർത്ഥം മാറുമേ. വിസർഗ ഇട്ടപ്പോഴേക്കും ഞങ്ങളായി, വിസർഗ ഇടാഞ്ഞാലോ നെഗറ്റീവാവും അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ കുതിരകളെക്കുറിച്ച്, ഇന്ദ്രൻ്റെ കുതിരകളെക്കുറിച്ച്. ആകാശത്ത് കൂടെ പോകുന്ന ദിവ്യങ്ങളാകുന്ന കുതിരകളാണ് ഇവ. ലക്ഷ്മണ, നീ അറിഞ്ഞുകൊള്ളുക. മനോഹരമായ കുണ്ടലങ്ങൾ ധരിച്ച് വാളുകൾ ഏന്തിയിട്ടുള്ള പുരുഷന്മാർ ധാരാളം ഇന്ദ്രന് പാറാവ് ആയിട്ട് നിൽക്കുന്നു. ആ ഇന്ദ്രൻ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്കാണ് പോണതായിട്ട് ലക്ഷ്മണൻ രാമൻ കാണിച്ചു കൊടുക്കുകയാണ്. വിരിഞ്ഞ മാറ്, നീണ്ട ഭുജങ്ങൾ, കൈകൾ. ആർക്കും അവരുടെ കൂടെ അടുക്കാനോ ദ്രോഹിക്കാനോ അവരെ തൊടാൻ പോലും പറ്റില്ല, തൊട്ട് നോക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ചുവന്ന വസ്ത്രധാരികളാണ് ഇത്ര ഇന്ദ്രൻ്റെ പരിചാരകർ. 25 വയസ്സ് അവർക്ക് തോന്നിക്കും. എന്നും അത് തന്നെ. അങ്ങനെ ഇന്ദ്രൻ അവിടേക്കാണ് പോവുകയാണ്. എന്തോ അപ്പോൾ രാമൻ പറഞ്ഞു, നമുക്ക് ആ ശരഭംഗൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം, ഞാൻ പോയിട്ട് വരാം. ലക്ഷ്മണ, നീ ഇവിടെ നിന്നോളൂ. എല്ലാവർക്കൊന്നും ഈ ഇന്ദ്രനെ ഒന്നും കാണാൻ പറ്റില്ല, ഒരിടത്തേക്ക് പോകാനും പാടില്ല എന്നുണ്ട്. അതാ രാമൻ ലക്ഷ്മണൻ എത്രയോ അനന്തൻ്റെ അവതാരമാണ്. തന്നെ പോലെ ഈശ്വര അവതാരമല്ല. ഈശ്വരന്മാർക്ക് പിന്നെ എവിടേക്കും സാങ്ഷൻ ഉണ്ട്, വിലക്കില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ അവിടെ നിർത്തി രാമൻ അടുത്തേക്ക് പോയി. അപ്പോൾ എന്തോ ഇന്ദ്രൻ സ്വകാര്യം പറയുന്നു, രാമൻ വരുന്നുണ്ട് എന്നാണ് ശരഭംഗനോട് പറഞ്ഞത്. ശരഭംഗൻ അല്ലെങ്കിലും അറിയാം. എന്തായാലും രാമൻ പറഞ്ഞു പോയിട്ടാവാം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞ് എന്തോ ഇന്ദ്രൻ തൻ്റെ കുതിരയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നുണ്ട്. രാമൻ്റെ കാര്യം കഴിഞ്ഞു പോട്ടെ, നമുക്ക് രാമൻ അങ്ങയോട് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇന്ദ്രൻ രാമൻ എന്നെ കണ്ടാൽ മതി, ഇപ്പം കാണണ്ട. ആ രാമന് പറയാനുള്ള അവസരം കൊടുത്തു ഇന്ദ്രൻ. എന്നിട്ട് വേഗം തൻ്റെ തേരിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് വജ്രീ തമാമന്ത്ര്യ മാനയിത്വാച താപസം രഥേന അരിയുക്തേന അയോ ദിവ്യമരിന്ദിമരിന്ദമ. ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ വന്ന പോലെ ആ തേരിലാണ് പോവുകയാണ്. രാമനും ശരഭംഗനുമായിട്ട് കൂടിച്ചേരാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തു എന്നർത്ഥം. അഗ്നിഹോത്രം എന്ന ഹോമം ഗൃഹസ്ഥനും പണ്ട് ഗൃഹസ്ഥനല്ലാത്തവരും ചെയ്യാം, അഗ്നിഹോത്രമാണ്. അത് ചെയ്യുന്ന ശരഭംഗൻ്റെ അടുത്തേക്ക് രാമൻ ചെന്നു. ഇപ്പോൾ നല്ലോണം നമസ്കരിച്ചു. തസ്യ പാദോച്ച സംഗൃഹ്യ രാമ സീതാച ലക്ഷ്മണ നിഷേധോ സമനുജ്ഞാത രബ്ധവാസ നിമന്ദിത. ഇന്നിവിടെ താമസിച്ചിട്ട് മെല്ലെ പോവാം, കുറേ അവനെ കാണണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായി. പാദങ്ങളിൽ നമസ്കരിച്ചു. രാവണന്മാരും സീതയും ശരഭംഗനെ വന്ദിച്ചു. ശരഭംഗൻ മഹർഷിയാണ്, ഇവർ മനുഷ്യരാണ്. അപ്പം മനുഷ്യർ അങ്ങടല്ലേ നമസ്കരിക്കേണ്ടത്. തതശോക പ്രയാനന്തു പരിരവൃച്ച സരാഘവ ശരഭംഗ ചതൽ സർവം രാഘവായ നിവേദൽ. ഇന്ദ്രൻ എന്തിനാ മഹർഷി ഇങ്ങോട്ട് വന്ന് അറിഞ്ഞു എന്ന് കാണിക്കുകയാണ്. ഈ ശരഭംഗനെ അറിയൊന്നുമില്ല, ഈ രാമൻ അറിഞ്ഞത് അറിയണ്ടേ. ശരിക്കും പറയുക, ഇന്ദ്രൻ വന്നുവോ, ആരാ വന്നത്, അതൊന്നുമല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഇന്ദ്രൻ എന്തിനാ വന്നത്. അതിൻ്റെ അർത്ഥം ഇന്ദ്രൻ ഇവിടെ വന്നതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണു എന്നാണ് ശരിക്കും അതിൻ്റെ ധ്വനി. എന്തിനു വേണ്ടി ഇന്ദ്രൻ വന്നു എന്ന ചോദ്യം. ഇന്ദ്രൻ വന്നിരുന്നു അല്ലേ എന്ന് പോലും ഇൻട്രൊഡക്ഷൻ ഇല്ല. ഒക്കെ രാമൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കണു. എന്തിനാ വന്നത്? ഇപ്പം പറഞ്ഞു, മാമേഷ വരദോ രാമ ബ്രഹ്മലോകം നിനീഷതി ജിതമുക്രേണ തപസാ ദുഷ്പ്രാഗമകൃതാത്മഭി. എന്നെ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോകാനാണ് ഇന്ദ്രൻ വന്നത്. എന്താ പോവാതിരുന്ന്? അങ്ങേ കാണുന്നതിലപ്പുറം എന്ത് ബ്രഹ്മലോകം രാമ, അതിലപ്പുറം വേറെ ഒരു ഭക്തനായിട്ടുള്ള ശരഭംഗം പറഞ്ഞു, എനിക്ക് അതൊക്കെ രണ്ടാമതും മൂന്നാമതേ ഉള്ളൂ. ഒന്നാമത് എന്താ അറിയൂ രാമ, കണ്ണറിയ അങ്ങനെ അങ്ങേ കാണുക. അതിനു വേണ്ടിയല്ലേ ഞാൻ ജീവിക്കണം. അങ്ങേ കണ്ടിട്ട് ഈ ശരീരം ഇവിടെ ഇട്ട് പോകണം, അഗ്നിക്ക് കൊടുക്കണം ശരീരത്തിന്. ഇതെന്തിനു കൊള്ളും? ഇതൊന്നും ഒന്നിനും കൊള്ളില്ല. പക്ഷെ അതുകൊണ്ട് നേടേണ്ടത് നേടിയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല, പിന്നെ ആവശ്യമില്ല. എനിക്ക് രാമദർശനാണോ വേണ്ടത്? അതുവരെ മാത്രം ഈ ശരീരത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ഇതാ ഇരിക്കുകയാണ്. എനിക്ക് ശരീരത്തെ ഉപേക്ഷിക്കേണ്ട സമയം, കാരണം ഇനി ഇതുകൊണ്ടൊന്നും നേടാനില്ല. ഇനിയുള്ളത് ഈ കഴിഞ്ഞത് തന്നെ കഴിയുക.
കണ്ടതന്നെ കാണുക, കേട്ടതന്നെ കേൾക്കുക, കഴിച്ചതന്നെ അനുഭവിക്കുക, ഭക്ഷിക്കുക, എന്തതിനൊരു ഇതുള്ളത് കുറേ കഴിഞ്ഞാൽ മതി വരണ്ടേ. അതുകൊണ്ട് രാമ, ശരീരം ഉപേക്ഷിക്കാനുള്ള സമയം എനിക്കായിരിക്കുന്നു. തയാഹം ദുരിടം ജാഗ്രതർമ്മികേണ മകാത്മനാഥമാഗമ്യ ഗമിഷ്യാമി തിദിവം ദേവസേവിതം. ഇനി വേണമെങ്കിൽ ദേവന്മാരാ സേവിക്കപ്പെട്ട സത്യലോകത്തേക്ക്, ദേവലോകത്തേക്ക് ഞാൻ പോവുകയാണ്. ശരീരത്തെ ഞാൻ സമർപ്പിക്കുക. എൻ്റെ ഇതുവരെ നേടിയ പുണ്യരാജ്യങ്ങളെല്ലാം, ലോകങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കട്ടെ. അക്ഷയ നരശാർദൂല മയാ ലോകാജിത പ്രഭു. ഞാൻ നേടിയതായിട്ടുള്ള ദിവ്യലോകങ്ങളൊക്കെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചാലോ. ഭർത്തന് എന്താ ചോദിച്ചാൽ എന്തൊക്കെ നേടിയാലും അതൊക്കെ ഈശ്വരന് കൊടുക്കുക. ശരീരമർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദേ. ധനാവട്ടെ വേറൊന്നാവട്ടെ എന്തും ഭഗവാന് സമർപ്പിക്കാനാണ് ഭക്തന് മനസ്ഥിതി ഉണ്ടാവുക. അപ്പോൾ രാമൻ പറഞ്ഞു, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നേടിക്കൊള്ളാം. ഏവമുക്തോ നരവ്യാഗ്ര ബ്രഹ്മ. ഞാൻ തന്നൊക്കെ സർവശാസ്ത്ര വിശാരദ ഋഷിണാശരഭംഗേണ രാഘവോ വാക്യം പ്രവീൺ അഹം ഏവാഹരിഷ്യാമി. എനിക്ക് അങ്ങനെ വേണ്ടതൊക്കെ ഞാൻ നേടിക്കോളാം മഹർഷേ. അങ്ങ് നേടിയത് അങ്ങനെ വെച്ചോളൂ. എനിക്കിപ്പോൾ ഈ ദിവ്യലോകം ബ്രഹ്മലോകത്തിലൊന്നും ഭ്രമല്ല എന്ന് പറയണം. അങ്ങ് നേടിയത് അങ്ങനെ വെച്ചോളൂ, ഞാൻ അത് വേണ്ടപ്പം ഉണ്ടാക്കിക്കോളാം. പനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാട്ടിലെന്തിനാ ബ്രഹ്മലോകം? അതുകൊണ്ട് കാട്ടിൽ കൂടെ നടക്കണ കാര്യം ആവുമോ ബ്രഹ്മലോകത്ത് പോയാൽ? ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, വേണ്ട, അപ്പം ഞാൻ നേടിക്കോളാം. ഭഗവാൻ എന്തൊക്കെ വഴിയുണ്ട്, ബ്രഹ്മലോകം ഇന്ദ്രലോകമൊക്കെ കൊടുത്തിട്ട് വേണ്ടെന്ന് പറയാനേ ആർക്കെ കൊണ്ടാണ് സഹായിക്കുക? അതൊന്നും ഭഗവാൻ എന്തിനാ അതൊക്കെ? താൻ തന്നെ ബ്രഹ്മലോകവും താൻ തന്നെ വൈകുണ്ഠല്ലേ. പിന്നെ ഇപ്പോൾ ഈ ലോകത്തിനോട് വല്ല ആസക്തി ഉണ്ടാവുമോ? എനിക്കിപ്പോൾ കഴിഞ്ഞുകൂടാനൊരു പാർപ്പിടം അങ്ങ് കണ്ടുപിടിച്ച് തരണം. ഈ രാധനയൊക്കെ കൊന്നു. ഈ രാജ്യത്ത് എനിക്ക് വലിയ പരിചയമില്ല, ഈ പ്രദേശത്ത്, കാട്ടിലെ വനപ്രദേശത്ത്. അവിടെ ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടൊരു സ്ഥാനം, എവിടെ ഞാൻ താമസിക്കണം എന്നൊന്ന് പറഞ്ഞു തന്നാൽ വിരോധമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ആവാസം ത്വകമിച്ഛാമി പ്രതിഷ്ഠം ഇഹ കാനനെ. കാനനത്തിൽ യോജിച്ചതായിട്ടൊരു ആവാസസ്ഥാനം എനിക്ക് കാണിച്ചു തന്നാലും. ഇപ്രകാരം പറഞ്ഞപ്പോൾ ശരഭംഗം പറഞ്ഞു, അതിന് നല്ലത് സുധീഷ്ണനാണ്. ഇഹരാമ മഹാതേജ സുധീക്ഷ്ണോ നാമധാർമ്മിക. സുധീഷ്ണൻ എന്ന് പറയുന്ന ധാർമ്മികൻ, സത്യത്തിലും ധർമ്മത്തിലും വിശ്വസിച്ചിട്ട് സത്യധർമ്മപരായണനായിട്ട് കുറച്ചപ്പുറത്തായിട്ടുണ്ട്. അവിടെ പോയാൽ അങ്ങേക്ക് പാർപ്പിടം അദ്ദേഹം കാണിച്ചു തരും. സുധീഷ്ണം അഭിഗച്ഛത്വം ശുചൗ ദേശേ തപസ്സിനം. ആ സുധീഷ്ണനെ അങ്ങ് പ്രാപിച്ചാലും, സുധീഷ്ണൻ്റെ അടുത്ത് പോവുക എന്നർത്ഥം. പോയിട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് നന്മ ചെയ്യും. മന്ദാകിനി തീരത്തിന് ഒഴുകുണ്ടല്ലോ, അതിൻ്റെ നേരെ എഴുതിരിൽ ഇങ്ങനെ നടക്കുക. ഇങ്ങോട്ടാണ് ഒഴുക്കച്ചാൽ അങ്ങോട്ട് നടന്നോളൂ. അപ്പോൾ സുധീഷ്ണൻ്റെ അടുത്ത് എത്തുകയും അങ്ങയുടെ കാര്യം നടക്കുകയും ചെയ്യും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ശരഭംഗൻ തൻ്റെ ശരീരത്തെ അഗ്നി ജ്വലിപ്പിച്ച് മന്ത്രപുരസ്സരം നെയ്യ് സമർപ്പിച്ച് അഗ്നിക്ക് ഇരയാക്കി. അതൊരു കൂടെ നമ്മൾ കള്ളാത്തും കഷ്ണം കത്തിച്ച് കളയണ പോലെയുള്ളൂ. കാരണം ഉള്ളിലത്തെ ആത്മാവ് അവിടുന്ന് പോന്നു കഴിഞ്ഞു, വേറെയായി. ആ ബോധം ഉണ്ടായി കത്തിക്കാൻ പിന്നെ വേദന ഉണ്ടാവില്ല എന്നാണ്. ശരീരം നമ്മുടെ എല്ലാമെന്ന് ബോധ്യമായ കത്ത് ഇത് എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷികൾ തിന്നാലും കുഴിച്ചിട്ടാലും ഒന്നും അഗ്നിക്ക് ഇരയായാലും പ്രശ്നമില്ല. ആ ശരഭംഗൻ നല്ല ഒരു താടിയും തലയൊക്കെ വളർത്തിയിട്ടുള്ള മനുഷ്യയായിരുന്നത് പോയിട്ട് എന്തായി, ഒരു കുമാരനായി. യുവകോമളൻ 25 വയസ്സ് ദേവകുമാരനായി മാറി ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറയണം. ലോകാനാഹിതാഗ്നീനാം ഋഷീണാഞ്ച മഹാത്മനാം ദേവാനാഞ്ച വ്യതിക്രമ്യ ബ്രഹ്മലോകം വിരോഹത. ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു. സ്വപുണ്യകർമ്മ ഭവനേതി ജർഷഭാ പിതാമകം താനുചരന്തദർശ. പിതാമകച്ചാവി സമീക്ഷതന്ത് ജന്നനന്ദ സുസ്വാഗതമിത്യുവാചക. ബ്രഹ്മാവ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പുണ്യകർമ്മം, പല കർമ്മങ്ങളും പുണ്യത്തോടു കൂട്ടി ചെയ്തിട്ടതായിട്ട് ആ ബ്രാഹ്മണോത്തമൻ സത്യലോകത്തിൽ നിന്ന് അവിടേക്ക് വന്ന വിപ്രനെ സുസ്വാഗതം ചെയ്ത് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുനി സംഘങ്ങൾ അവിടെ ഇങ്ങനെ വന്നു. ഒരു പലതരക്കാരുണ്ട് മഹർഷിമാർ. പല്ലുകൊണ്ട് കടിച്ചിട്ട് തിന്നണവർ, വല്ല ദിവസം ഭക്ഷണം ഇല്ലാണ്ട് കഴിയണവർ, ജടകൾ ധരിച്ചവരെ എത്രയേ ബാലകില്യന്മാർ എന്ന് പറയുക, നഖം കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യണവർ വൈഖാനസന്മാർ, പല്ല് കൊണ്ട് കടിക്കുന്നവരാണ് ദന്തോലൂഖലന്മാർ എന്ന് പറയുക, അശ്മകുട്ടന്മാർ,
എന്ന് പറയുന്നത് കല്ലുകൊണ്ട് പഴങ്ങളൊക്കെ പൊട്ടിച്ച് കഴിക്കണവർ. അങ്ങനെ പലതരത്തിലുള്ള മഹർഷിമാരുടെ ഒരു വലിയ സംഘത്തെ അവിടെ കണ്ടു. ആദ്രപടസ്തുക്കളെ, കാശനിലയന്മാർ, വായുഭക്ഷകന്മാരൊക്കെ ഉണ്ടത്രേ. നിലത്ത് കിടക്കണവർ, പുല്ലിൽ കിടക്കണവർ, പത്രാഹാരന്മാർ, ഇലകളെ മാത്രം ഭക്ഷിക്കണവർ ആണ് പത്രാഹാരന്മാർ. സദാമന്ത്രം ജപിക്കണവർ സജപന്മാർ, പഞ്ചതപോ അന്വിതന്മാർ, പഞ്ചാഗ്നിമത്യത്തിൽ തപസ് ചെയ്യണവർ അവരാണത്തെ പഞ്ചതപോ അന്വിതന്മാർ. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട മഹർഷിമാരെല്ലാം രാജാവായിട്ടുള്ള രാമനെ അംഗീകരിച്ചു. സത്യം, ധർമ്മം മുതലായിട്ടത് കൊണ്ട് വലിയ കീർത്തിയുള്ള രാമ, അങ്ങേക്ക് നമസ്കാരം. ഞങ്ങളുടെ രാജാവ് അങ്ങനെയാണ്. ഭരതം ഭരിച്ചാലും വേണ്ടില്ല, അങ്ങ് കാട്ടിൽ വന്നാലും വേണ്ടില്ല, ഞങ്ങളുടെ രാജാവ് അങ്ങ് തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. വേറൊരാൾ രാജസ്ഥാനത്ത് ആളെ ഞങ്ങൾ കാണുന്നില്ല. പ്രജാരക്ഷ ചെയ്തിട്ട് ലോകത്തിൽ കീർത്തി നേടുക എന്നതാണല്ലോ പ്രജാപാലനം. രാജ്ഞപ്രജാപാലനമേവച്ച, അതാണ് രാജാവിൻ്റെ കടമ. അങ്ങനെ കായും കഴുങ്ങും മാത്രം കഴിച്ച് ഒരു മുനി ചെയ്യുന്ന തപസ് എത്രയാണോ ആ തപസ്സിൻ്റെ 4/1 പ്രജകളെ ധർമ്മപൂർവ്വം രക്ഷിക്കുന്ന രാജാവിന് തന്നെ കിട്ടിക്കോളും. തപസ്സില്ലാതെ കിട്ടും. കാരണം രാജാവിൻ്റെ തപസ് ആ പ്രജാപാലനമാണ്. അതിലുള്ള നിഷ്ഠ കൊണ്ട് തപസ് കൊണ്ട് തപസ്സികൾ നേടുന്നത് എന്തോ അത് രാജാക്കന്മാർക്ക് കിട്ടും. ഇതാണല്ലോ ശാസ്ത്രം. അങ്ങനെ ഇരിക്കെ ഒരുപാട് അസ്ഥികൾ കൂട്ടിയിട്ടുള്ള കാഴ്ച അവിടെ കണ്ടു. ഇതെന്താണ് ഇവിടെ? അത് വേറൊന്നുമല്ല രാമ, തപസ്സികളെ രാക്ഷസന്മാർ കൊന്ന അസ്ഥിവ്യഞ്ജനം കൂട്ടിയതാണ് അങ്ങ് കാണുന്നത്. ഘോരകർമാക്കളായിട്ടുള്ള രാക്ഷസുകൾ ഏവം പയന്ന മൃഷ്യാമോ വിപ്രകാരം തപസ്സിനാ ക്രിയമാണം വനേഘോരം രക്ഷോവിർഘോരകർമ്മഭി. കൊന്നു തിന്നാൻ മടിയില്ലാത്ത ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാർ തപസ്സികളായിട്ടുള്ള സാധുക്കളെ, പാവങ്ങളെ കൊന്നു. ഇനിയും ഇവർ ഇങ്ങനെ കൊല്ലാതിരിക്കാൻ രാമ അങ്ങ് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അങ്ങ് രാജാവല്ലേ. പരാതത്വോ ഗതിർവീര പൃഥിവ്യാന്നോപവധ്യതേ. വേറെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയമില്ല രാമ. അങ്ങോട്ടല്ലാണ്ട് ഞങ്ങൾ ആരോടാണോ പറയുക? ദയവ് ചെയ്ത് ഞങ്ങളെ തപസ് ചെയ്യാൻ അനുസരിച്ചിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെയൊക്കെ വധിച്ചു തരണം. രാമൻ വല്ലാത്ത ദുഃഖമായി. ഇത്രയും തപസ്സികളെയൊക്കെ കൊല്ലുക എന്തൊരു പാപകർമ്മമാണ് ഈ രാക്ഷസന്മാർ ചെയ്യണത്. വളരെ വിനയത്തോടു കൂടിയിട്ട് മഹർഷിമാർ കൊല്ലാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, നിങ്ങളെന്നോട് എന്തിനാണ് അപേക്ഷിക്കുന്നത്? ആജ്ഞാപിച്ചൂടെ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ ദാസനാണ്. നൈവം അർഹതത്മാം വക്തും, ഇങ്ങനെയൊന്നും പറയരുത്. കാല് പിടിച്ച് എന്നോട് അപേക്ഷിക്കുക. അതെന്തിനാണ്? നിങ്ങൾക്ക് അവകാശമുണ്ടല്ലോ എന്നോട് പറയാൻ. ധൈര്യമായിട്ട് ആജ്ഞാപിക്കൂ രാമ, അവരെയൊക്കെയാണ് കൊല്ലൂ എന്ന് നിങ്ങൾക്ക് പറയാലോ. ഇങ്ങനെ നിങ്ങളൊക്കെ എന്നോട് അപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ തന്നെയാണ് വലുത്. തപസ്സിൻ്റെ ഒപ്പം നിൽക്കാൻ ഈ ലോകത്തിൽ വേറെ ആർക്കാ കഴിയാം? തപസ് തന്നെയാണ് വലുത്. അത് അംഗീകരിച്ചിട്ട് പോകാൻ പറഞ്ഞു. ആജ്ഞാപിച്ചോളൂ. എന്തിനാണ് എന്നോട് അപേക്ഷിക്കുന്നത്? ഒരു കാര്യമുണ്ട്, അവരെല്ലാം ഞാൻ കൊന്നോളാം എന്നങ്ങനെ പറഞ്ഞ് 14,000 രാക്ഷസന്മാരെ കൊല്ലാൻ ഉള്ളതായിരിക്കുന്ന പ്രതിജ്ഞ അവിടെ എടുക്കുകയാണ്. ഭവതാമർത്ഥതിത്യർത്ഥം ആഗതോഹം വ്യതിക്ഷയ തസ്യമേയം വനേ വാസോ ഭവിഷ്യതി മഹാഫല. ഈ കാട്ടിൽ ഞാൻ വസിക്കുന്നതിൽ കൂടെ വലിയ നല്ല ഫലം ഉണ്ടാവും. 14,000 രാക്ഷസന്മാർ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു കാര്യമാണ്. സമാധാനമായിട്ടൊരു തപസ് ചെയ്തൂടെ? വൃത്തികെട്ട അസ്ഥി മാംസം മുതലായിട്ടത് ഭക്ഷിക്കുക, ചിലവരെയൊക്കെ കൊന്നു തിന്നുക. അങ്ങനെ വരുമ്പോൾ സമാധാനമായിട്ട് തപസ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? ദത്വാഭയം ചാപി തപോധനാസാം ധർമ്മേ ധൃതാത്മാതകലക്ഷ്മണേന തപോധനേച്ചാപി സദാര്യവൃത്ത സുതീഷ്ണ ഏവാപി ജഗാമവീര. അതിനുശേഷം ഇവരൊക്കെ ദേശപ്രകാരം സുതീഷ്ണൻ്റെ ആശ്രമത്തിലേക്ക് പോയി എല്ലാ രാക്ഷസന്മാരെയും കൊല്ലാൻ പ്രതിജ്ഞ എടുത്തു. രാമപ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ നടത്തുകയും ചെയ്യും. അങ്ങനെ മഹർഷിമാർക്കൊക്കെ സന്തോഷമായി അവരിൽ നിന്ന് യാത്ര പറഞ്ഞ് സുതീഷ്ണാശ്രമത്തിലേക്ക് ലക്ഷ്മണനോട് കൂടിയിട്ട് രാമൻ പോവുകയും ചെയ്തു. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത് രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ
അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.